Good morning, children. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? എന്തൊക്കെ പഠിച്ചു? ലിസ്റ്റ് ഓൾ ദി ഫാക്ടേഴ്സ് ഓഫ് ദീസ് നമ്പേഴ്സ് അല്ലേ? നമ്മൾ കുറേ നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് എല്ലാം എഴുതാൻ പഠിച്ചു. അപ്പോൾ അതിനുശേഷം നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് പേജ് നമ്പർ 73, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഐ റോട്ട് ദ ക്വസ്റ്റ്യൻസ് ഹിയർ. Fifth question, 5a. Given 14 into 5 is equal to 70. Is 14 a factor of 70? That is my question. Given 14 into 5 is equal to 70. 14 and 5 കൊണ്ട് multiply ചെയ്യുമ്പോൾ we get 70. The question is 14 a factor of 70? 14 70 factor ആണോ? ഒന്ന് ആലോചിച്ച് നോക്കേ. What is a factor? When we multiply two numbers, we get a product. Each numbers are the factors of this product. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. That means this 14 and 5 are the factors of 70. We can say, is 14 a factor of 70? Yes. ഇതിൻ്റെ ആൻസർ എന്താണ്? Yes. മാഡത്തിന് സ്പേസ് ഇടാൻ കുറഞ്ഞു പോയേ. അപ്പം എഴുതിക്കൊണ്ട് യെസ്, അത് ഫാക്ടറാണ്. The reason is 14 into 5 is 70 അല്ലേ? 14 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we get 70. That means 14 and 5 are the two factors of 70. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, given 13 into 6 is equal to 78 അല്ലേ? 13 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we get 78. Find two factors of 78 other than 1 and 78. 78ൻ്റെ മറ്റ് രണ്ട് ഫാക്ടേഴ്സ് എഴുതണമെന്ന് പറഞ്ഞാൽ അതർ ദാൻ 1 and 78. 1ഉം 78ഉം അല്ലാതെ അതർ ടു ഫാക്ടേഴ്സ് ഏതൊക്കെയാണത്? ഡെഫിനറ്റ്ലി ദിസ് 13 and 6 ആർ ദ ടു ഫാക്ടേഴ്സ് ഓഫ് 78 അല്ലേ? കാരണം ഈ 13ഉം 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 78 കിട്ടിയത്. ദാറ്റ് മീൻസ് 13 and 6 ആർ ദ ഫാക്ടേഴ്സ് ഓഫ് 78. അപ്പോൾ അതർ ടു ഫാക്ടേഴ്സ് എന്നുള്ളതിൻ്റെ നമുക്ക് ആൻസർ എന്ത് എഴുതാം? 13 6 അല്ലെങ്കിൽ 13 and 6. 13 and 6 ഇതാണ് അതിൻ്റെ ആൻസർ. ഇതിൻ്റെ ആൻസർ ഇതാണ്. മാഡത്തിന് സ്പേസ് കുറഞ്ഞു പോയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആൻസർ. 13 and 6 are the other two factors. Now see question. How many factors does the number 47 has? അപ്പോൾ ഈ 47 എന്ന് പറയുന്നൊരു സ്പെഷ്യൽ നമ്പറാണ്. അതിപ്പോൾ നിങ്ങൾ അതിൻ്റെ ആ ടൈപ്പ് ഓഫ് നമ്പർ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പം മാഡം പറയുന്നത് മാത്രം നോക്കിയാൽ മതി. നമ്മൾ 47 നോക്കുമ്പോൾ 47 ഈസ് നോട്ട് ആൻ ഈവൻ നമ്പർ. 47 ഒരു ഈവൻ നമ്പർ അല്ല അല്ലേ? അപ്പം 2 ഈസ് നോട്ട് എ ഫാക്ടർ. പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതൊക്കെ എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ അത് കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലാകുമ്പോൾ പഠിച്ചാൽ മതി. ഇപ്പം ഞാൻ പറയാം, ഈ 47 എന്ന് പറയുന്ന നമ്പറിന് only 2 factors. അങ്ങനെ ചില നമ്പേഴ്സ് ഉണ്ട് only 2 factors. വിച്ച് ആർ ദ only 2 factors? ഏത് നമ്പർ എടുത്താലും 1 ഈസ് എ ഫാക്ടർ ഓഫ് ദാറ്റ് നമ്പർ അല്ലേ? 1 എന്ന് പറയുന്നത് ഏതൊരു നമ്പറിൻ്റെ ഒരു ഫാക്ടറാണ്. ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ് ഈസ് ഓൾസോ അനദർ ഫാക്ടർ. അപ്പോൾ ഈ 47 ആകെ രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ. ഹൗ മെനി ഫാക്ടേഴ്സ് ഡസ് ദ നമ്പർ 47 ഹാസ്? ഇതിൻ്റെ ആൻസർ എന്താണ്? only 2 factors. 2 ഫാക്ടേഴ്സേ ഉള്ളു. 2 ഫാക്ടേഴ്സ് എന്ന് എഴുതേണ്ട 2 എന്ന് എഴുതിയാൽ മതി. 2 ഫാക്ടേഴ്സ്, 2 ഫാക്ടേഴ്സേ ഇതിനുള്ളൂ. ഇങ്ങനെയുള്ള ചില നമ്പേഴ്സ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ 5 എടുക്കുകയാണ്. 5 7 then 11 ഇങ്ങനെയൊക്കെയുള്ള കുറേ നമ്പേഴ്സിന് only 2 ഫാക്ടേഴ്സേ കാണുള്ളൂ. അതുപോലെ ഒരു ടൈപ്പാണ് 47. ഇതിന് വേറൊരു പേര് പറയും പ്രൈം നമ്പർ എന്നല്ലേ? പ്രൈം നമ്പർ എന്ന് പറയും. അപ്പോൾ ഇപ്പം അത് പഠിക്കണ്ട, അത് കുറച്ചുകൂടെ വലിയ ക്ലാസ് ആയിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ ഹൗ മെനി ഫാക്ടേഴ്സ് ഡസ് ദ നമ്പർ 47 ഹാസ്? ഇറ്റ് ഹാസ് only 2 factors. What are the factors? ആ രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 and the number, that is 1 and 47. Okay, is 5 a factor of 0? Next question, D question, is 5 a factor of 0? 5 0യുടെ ഫാക്ടർ ആണോ? Yes or no? Can you divide this 0 by 5? 0യെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? 0 by 5 എന്താണ്? നമുക്ക് 0 വരും അല്ലേ? We can divide 0 by a number. 0യെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് 0 ടൈംസ്. ദാറ്റ് ഈസ് ദി ആൻസർ. 0 ആണ്. നമ്മൾ 0യെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ we get 0. ദാറ്റ് മീൻസ് 5 ഈസ് എ ഫാക്ടർ ഓഫ് 0. യെസ്, 5 ഈസ് എ ഫാക്ടർ ഓഫ് 0 ബിക്കോസ് വി ക്യാൻ ഡിവൈഡ് 0 by 5. കാരണം ഫാക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് അതിനെ ഡിവൈഡും ചെയ്യാൻ കഴിയണം അല്ലേ?
അതുകൊണ്ടാണ്. അതായത് 2 ഈസ് എ ഫാക്ടർ ഓഫ് 6 എന്ന് ചോദിച്ചാൽ ഈസ് 2 എ ഫാക്ടർ ഓഫ് 6. അങ്ങനെയാണെങ്കിൽ 6നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയണം, കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയണം. 3 2s are 6, റിമൈൻഡർ 0 വന്നു. അതുപോലെയാണ്, അങ്ങനെ റിമൈൻഡർ 0 വന്നു, അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ദീസ് 2 are the factors. അതുപോലെയാണ് നമുക്ക് ഒരു നമ്പറിനെ അല്ലെങ്കിൽ 0യെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ 5 എന്ന് പറയുന്ന നമ്പർ 0യുടെ ഫാക്ടർ ആണോ എന്ന് വെച്ചാൽ യെസ് ആണ് ആൻസർ, ബിക്കോസ് വി ക്യാൻ ഡിവൈഡ് 0 by 5. അപ്പോൾ ദാറ്റ് ഇസ് യെസ്. ദെൻ നെക്സ്റ്റ് ഈസ് 0 എ ഫാക്ടർ ഓഫ് 3? 0 3യുടെ ഒരു ഫാക്ടർ ആണോ? ക്യാൻ യു ഡിവൈഡ് 3 by 0? ഒരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ നമുക്ക്? ഒരിക്കലും. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോ. അതാണ് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. ആ പറയുന്ന ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ അവിടെ. ഈസ് 5 എ ഫാക്ടർ ഓഫ് 0 എന്ന് വെച്ചാൽ യെസ്. ഒരു നമ്പർ 0യുടെ ഫാക്ടർ ആണോ എന്ന് വെച്ചാൽ യെസ്. ബട്ട് 0 ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് എനി നമ്പർ. 0 വേറെ ഒരു നമ്പറിൻ്റെയും ഫാക്ടർ അല്ല എന്ന് പറയും, ബിക്കോസ് വി കാൻ ഡിവൈഡ് എനി നമ്പർ ബൈ 0. ഒരു നമ്പറിനെ നമുക്ക് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ നിങ്ങളിത് നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതണം, ടെക്സ്റ്റ് ബുക്കിലും എഴുതിക്കോളും. ഓക്കെ, അണ്ടർസ്റ്റുഡ് ചിൽഡ്രൻ? ഇത് മനസ്സിലായോ? ഇവിടെ എന്താണ് ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത്? 14 into 5 is equal to 70. 70 ഈസ് 14 എ ഫാക്ടർ ഓഫ് 70? യെസ് അല്ലേ? കാരണം 14ൻ്റെയും 5ൻ്റെയും പ്രോഡക്റ്റ് ആണ് 70. അതുകൊണ്ട് ഈ 14ഉം 5ഉം അതിൻ്റെ ഫാക്ടേഴ്സ് ആണ്. അതുപോലെ 13 into 6 is 78. Find 2 factors of 78 other than 1 and 78. 1 and 78 അല്ലാതെയുള്ള മറ്റ് 2 ഫാക്ടേഴ്സ് ആണ് 13 and 6. Then അല്ലാതെ തന്നെ വേറെ ഫാക്ടേഴ്സ് നമുക്ക് എഴുതാം, ബിക്കോസ് 78 ഈസ് എൻ ഈവൻ നമ്പർ അല്ലേ? 78 ഈവൻ നമ്പർ ആകുമ്പോൾ 2 ഈസ് എ ഫാക്ടർ. 2 ഹൗ മെനി ടൈംസ് എന്ന് അറിയണമെങ്കിൽ 78നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തൊക്കെ നോക്കണം. അതിൽ നിന്ന് എളുപ്പമായിട്ട് നമുക്ക് ഈ 1ഉം 78ഉം അല്ലാത്ത 2 ഫാക്ടേഴ്സ് ഇവിടെ തന്നെ ഉണ്ട്, 13ഉം 6. അതുകൊണ്ട് മാഡം ഡയറക്റ്റ് ആയിട്ട് അതെടുത്തു. Now, how many factors does the number 47 has? 47 has only 2 factors, 1 and the number itself. 1ഉം 47 ആണ് അതിൻ്റെ 2 ഫാക്ടേഴ്സ്. Is 5 a factor of 0? Yes. Is 0 a factor of 3? No. Is it clear, children? Okay. ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതിലുണ്ട്, നോക്കാം. കുറച്ച് താഴോട്ട് എഴുതിയാൽ നിങ്ങൾ കാണത്തില്ല, അതുകൊണ്ടാണ്. 6th question, page number 73, 6th question is 7 a factor of 84? 7 84ന്റെ ഫാക്ടർ ആണോ? അപ്പോൾ ഡു യു ഫൈൻഡ് ഔട്ട് ഇറ്റ്? എങ്ങനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും? ഓക്കെ, സി ഇഫ് യു ഡിവൈഡ് 84 by 7, if the remainder is 0, we can say 7 is a factor of 84. അങ്ങനെയല്ലേ? 7 84ന്റെ ഫാക്ടർ ആണോ എന്ന് അറിയണമെങ്കിൽ എന്താണ്? യു ഡിവൈഡ് 84 by 7. 84നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ഇഫ് ദ റിമൈൻഡർ ഈസ് 0 ആണ് റിമൈൻഡർ വരികയാണെങ്കിൽ 7 is a factor of 84. See, I am going to divide this 84 by 7. 1 7 is 7, then 1 14. 7 2s are 14. Okay, remainder 0. That means this 7 is a factor of 84. അപ്പോൾ എന്ത് പറയാം? Is 7 a factor of 84? Yes. 7 is a factor of 84 because when we divide 84 by 7, the remainder is 0. That is the reason. Reason ചോദിക്കുന്നില്ല, yes or no പറഞ്ഞാൽ മതി. Okay, children? അപ്പോൾ ഇത് നമ്മൾ ഫാക്ടേഴ്സിൻ്റെ നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ ചിൽഡ്രൻ, നെക്സ്റ്റ് ഈസ് വാട്ട് ആർ മൾട്ടിപ്പിൾസ്? നേരത്തെ നമ്മൾ ഫാക്ടേഴ്സ് ആണ് പഠിച്ചാൽ ഇപ്പോൾ ഇറ്റ് ഈസ് മൾട്ടിപ്പിൾസ്. മൾട്ടിപ്പിൾസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അത് ആ ഒരു പേരിലല്ലെങ്കിലും നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ദ മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് നമ്പർ വിത്ത് എ കൗണ്ടിങ് നമ്പർ. വാട്ട് ഈസ് ഇറ്റ്? മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ദ പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് നമ്പർ വിത്ത് എ കൗണ്ടിങ് നമ്പർ. വാട്ട് ആർ കൗണ്ടിങ് നമ്പേഴ്സ്? നമ്മൾ കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സ്, ദാറ്റ് ഈസ് 1 2 3 4 5 6 7 അങ്ങനെ പറഞ്ഞു പോകുന്ന നമ്പേഴ്സ് അല്ലേ? എക്സെട്രാ ആർ കോൾഡ് കൗണ്ടിങ് നമ്പേഴ്സ്. അപ്പോൾ ഈ കൗണ്ടിങ് നമ്പേഴ്സ് വെച്ച് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്പിൾസ് ഓഫ് ദാറ്റ് നമ്പർ. സി ഫോർ എക്സാമ്പിൾ
എക്സാമ്പിൾ നോക്കിയിട്ട് ഇതാ 3 into 5. 5 is a counting number ആണല്ലോ. 3 into 5. 3 എന്ന് പറയുന്ന നമ്പറിന് ഒരു കൗണ്ടിങ് നമ്പർ 5 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 into 5 is 15. 15 is the multiple of this 3. അല്ലേ? 3യുടെ ഒരു മൾട്ടിപ്പിളാണ് 15. ഒരു മൾട്ടിപ്പിൾ, കാരണം നമ്മളിവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ. നമുക്ക് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 7 കൊണ്ട് എത്ര നമ്പർ കൊണ്ട് വെച്ചാണെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ്? ദ മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് നമ്പർ വിത്ത് എ കൗണ്ടിങ് നമ്പർ. അതാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? അപ്പം മൾട്ടിപ്പിൾ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടല്ലോ. ഇപ്പോൾ 3 into 1 3, 3 into 2 6, 3 into 3 9. അപ്പോൾ 3 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ 1 2 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ 1 into 3 3, പിന്നെ 2 into 3 6. അപ്പോൾ 3 6 9 12 എന്ന് പറയുന്ന പോകുന്നതാണ് മൾട്ടിപ്പിൾസ് ഓഫ് 3. 3യുടെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പറയുന്ന ആ ആൻസറാണ്. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെന്ന് മാഡം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്താണ്? ദ മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് നമ്പർ വിത്ത് എ കൗണ്ടിങ് നമ്പർ. ഇനി ഇതൊന്ന് നോട്ട്ബുക്കിൽ എഴുതിക്കോളേ. ഇനി മാഡം റൈറ്റ് എക്സാമ്പിളാണ്. ഫസ്റ്റ് 5 multiples of 7. ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് 7 ആണ്. 7 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 5 കൗണ്ടിങ് നമ്പേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 7 into 1, that is 7 അല്ലേ? 7 into 1 7. Then 7 into 2, that is 14. 7 into 3 21. 7 into 4 28. 7 into 5 35. So we can write എന്താണ്? അപ്പോൾ എന്താ ഇവിടെ താഴോട്ട് എഴുതി നിങ്ങൾ കാണില്ല, അതുകൊണ്ട് മാഡം ഇവിടെ എഴുതാം. See this 7 14 21 28 and 35 are the first 5 multiples of 7. ഇതാണ് 7ൻ്റെ ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ്. സെറ്റ് ക്ലിയർ? ഇതല്ലേ ഞാൻ പറഞ്ഞില്ല നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണെന്ന്. അത് കണക്ക് എഴുതാം. ഫസ്റ്റ് 5 എന്ന് പറയുമ്പോൾ 1 2 3 4 5. അപ്പോൾ എത്ര നമ്പേഴ്സ് വെച്ച് വേണമെങ്കിലും നമുക്കൊരു നമ്പറിൻ്റെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കാൻ. വി ഗെറ്റ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മൾട്ടിപ്പിൾസ്. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു എൻഡ് ഇല്ല, അവസാനമില്ല. എത്ര മൾട്ടിപ്പിൾസ് വേണമെങ്കിലും നമുക്ക് എഴുതാം. ബിക്കോസ് കൗണ്ടിങ് നമ്പേഴ്സ് ആർ ഇൻഫിനിറ്റ് അല്ലേ? കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും എൻഡ് ചെയ്യാത്ത നമ്പേഴ്സാണ്. അതുകൊണ്ട് നമുക്ക് ഒരു നമ്പറിന് എത്ര മൾട്ടിപ്പിൾസ് വേണമെങ്കിലും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി ഒരു എക്സാമ്പിളോടെ ഇതുപോലെ കാണിച്ചു തരാം. ഒരു ഈസി ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, ഫസ്റ്റ് 10 മൾട്ടിപ്പിൾസ് ഓഫ് 10. 10 ഈസി. 10 മൾട്ടിപ്പിൾസ് ഓഫ് 10 എടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്? ആദ്യം 10നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇറ്റ് ഈസ് 10. 10 into 2 20. 10 into 3 30. 10 into 4 40. 10 into 5 50. 10 into 6 60. 10 into 7 70. 10 into 8 80. 10 into 9 90. 10 into 10 100. Isn't it? These are the first 10 multiples of 10. ഇതാണ് 10 20 30 40 50 60 70 80 90 and 100 are the first 10 multiples of 10. ഓക്കെ, അപ്പോൾ അത് ലാസ്റ്റ് എഴുതണം. 10 20 30 40 50 60 70 80 90 and 100 are the first 10 multiples of 10.
ടെന്നിൻ്റെ ഫസ്റ്റ് 10 മൾട്ടിപ്പിൾസ് ആണ് ഈ 10, 20, 30, 40, 50, 60, 70, 80, 90, 100. ഇത് ഈസി അല്ലേ? നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നതിന് ഈസിയാണ് മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കുന്നത്. അതായത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ അറിയാവുന്നതുകൊണ്ട്. അപ്പോൾ ഇപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞിടാത്ത ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആരും കാണുമെന്ന് തോന്നുന്നില്ല, ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പഠിച്ചോളാം. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ ഈ മൾട്ടിപ്പിൾസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ